ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസ്തംഭനത്തിനും വികസന മുരടിപ്പിനും പിൻവാതിൽ നിയമനത്തിനുമെതിരെ ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കലിൽ കോൺഗ്രസ് പഞ്ചായത്ത് രാജ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട പോരുവഴി ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസ്തംഭനത്തിനും വികസന മുരടിപ്പിനും പിൻവാതിൽ നിയമനത്തിനുമെതിരെയാണ് ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ കോൺഗ്രസ് പഞ്ചായത്തി രാജ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. കാരണം നിങ്ങൾ ഈ പറയുന്ന വികസന മുരടിപ്പൊക്കെ സംസ്ഥാന ഭരണം എടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പ്ലാൻ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിൽ 4.5 കോടി രൂപ ഉണ്ടായിട്ട് 40% പോലും ഇതുവരെ വിനിയോഗിച്ച് കണ്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. 13ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം തൊഴിൽ തേടി വിദേശത്ത് പോയതിനാൽ കഴിഞ്ഞ 6 മാസമായി വാർഡിനെ അനാഥമാക്കിയ സ്ഥിതിക്ക് പരിഹാരം കാണണമെന്നും സമരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ, നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പറമ്പിൽ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തുണ്ടിൽ നൌഷാദ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാലക്കുറുപ്പ്, എസ് സുഭാഷ് കൊമ്പിപ്പിള്ളിൽ, സന്തോഷ്, എ മുഹമ്മദ് കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ബിജു രാജൻ, എൻ ഉണ്ണി, സജികുമാർ, എൻ ഷീജ തുടങ്ങിയവരാണ് ഉപവാസം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.